Hello and welcome back to another video on daily use sentences. ഈ സ്പോക്കൺ ഇംഗ്ലീഷ് സെന്റൻസസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്തുകൊണ്ട് നീ അത് പറഞ്ഞു? എന്തുകൊണ്ട് നീ അത് പറഞ്ഞു? Why did you say that? Why did you say that? Say that. അത് പറഞ്ഞു. Why did you say that? നീ എന്തിന് അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് പറഞ്ഞു? എന്തുകൊണ്ടാണ് നീ അത് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണ് നീ അത് അങ്ങനെ പറഞ്ഞത്? Why did you say like that? Why did you say like that? അപ്പൊ നേരത്തെ why did you say that ചോദിച്ചു. ഇവിടെ നമ്മൾ പറയുന്നത് why did you say like that? അതായത് അങ്ങനെ, like that എന്ന് പറഞ്ഞാൽ അതുപോലെ അല്ലെങ്കിൽ അങ്ങനെ. So why did you say like that? എന്താ നീ അങ്ങനെ പറയുന്നത്? എന്താ നീ അങ്ങനെ പറയുന്നത്? വൈ ആർ യു സേയിങ് ലൈക്ക് ദാറ്റ്? ഇവിടെ നമ്മൾ സേ എന്ന വാക്കിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. വൈ ആർ യു സേയിങ് ലൈക്ക് ദാറ്റ്? അതായത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. വൈ ആർ യു സേയിങ് ലൈക്ക് ദാറ്റ്? എന്താ നീ അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് നീ അത് പറയുന്നത്? എന്തുകൊണ്ടാണ് നീ അത് പറയുന്നത്? വൈ ആർ യു സേയിങ് ദാറ്റ്? വൈ ആർ യു സേയിങ് ദാറ്റ്? അപ്പൊ നേരത്തെ സേയിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്താണ് നീ പറയുന്നത്? ഇവിടെ വൈ ആർ യു സേയിങ് ദാറ്റ്? എന്തുകൊണ്ടാണ് നീ അത് പറയുന്നത്? അതെന്തിനു വേണ്ടിയായിരുന്നു? അതെന്തിനു വേണ്ടിയായിരുന്നു? വാട്ട് വാസ് ദാറ്റ് ഫോർ? വാട്ട് വാസ് ദാറ്റ് ഫോർ? ഇതെന്തിനു വേണ്ടിയാണ്? ഇതെന്തിനു വേണ്ടിയാണ്? വാട്ട് ഈസ് ദിസ് ഫോർ? വാട്ട് ഈസ് ദിസ് ഫോർ? ഇതിനെ വളരെ കാഷ്വൽ ആയിട്ട് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ ഫോറിനെ തുടക്കത്തിലാക്കാം. ഫോർ വാട്ട് ഈസ് ദിസ്? ഒരു സാധനം, ഒരു മെഷീൻ കാണുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി നമുക്ക് പരിചയമില്ലാത്ത ഒരു മെഷീനറി കാണണം, അതിലത്തെ എന്തോ ഒരു പാർട്ട് നമ്മൾ ചോദിക്കുകയാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഫോർ വാട്ട് ഈസ് ദിസ്. പക്ഷെ അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ആണ് വാട്ട് ഈസ് ദിസ് ഫോർ? വാട്ട് ഈസ് ദിസ് ഫോർ? അതേപോലെ ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? വാട്ട് ഈസ് ദിസ് യൂസ്ഡ് ഫോർ? വാട്ട് ഈസ് ദിസ് യൂസ്ഡ് ഫോർ? ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫോർ ദിസ് യൂസ്ഡ് അങ്ങനെ ചോദിക്കാം. പക്ഷെ അതൊരു കറക്റ്റ്, ഈ ചോദ്യത്തിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായെങ്കിലും അത് അത്ര ഒരു സുഖമായി തോന്നുന്നില്ല. സോ ഇറ്റ് ഈസ് ബെറ്റർ നമ്മൾ വാട്ട് ഈസ് ദിസ് യൂസ്ഡ് ഫോർ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? അതായത് ഈ ഒരു സാധനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ദിസ്? വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് ദിസ്? ദിസ് പറഞ്ഞപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു സാധനമാണ്, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് കാണിക്കുകയാണ്. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രൊനൗൺസിയേഷൻ പർപ്പസ് അല്ല, PURPOSE എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൊനൗൺസിയേഷൻ പർപ്പസ് എന്നല്ല, പേർപ്പസ്. പേർപ്പസ്. വാട്ട് ഈസ് ദി പേർപ്പസ് ഓഫ് ദിസ്? ഇതേപോലെ നമ്മൾ മിസ്പ്രൊനൗൺസ് ചെയ്യുന്ന വേറൊരു വാക്കാണ് സർജറി. അപ്പൊ അത് സർജറി എന്ന് പറയുന്നത് സർജറി. സർജറി. ഇപ്പൊ സർജിക്കൽ സ്ട്രൈക്ക് മലയാളത്തിൽ പറയുമ്പോൾ സർജിക്കൽ സ്ട്രൈക്ക് അങ്ങനെയാ പറയാ. അത് ശരിയല്ല, ഇറ്റ് ഈസ് സർജിക്കൽ സ്ട്രൈക്ക്. അപ്പൊ സർ അല്ല, സർജിക്കൽ. എന്തെങ്കിലും സഹായം വേണോ? എന്തെങ്കിലും സഹായം വേണോ? ഡു യു വോണ്ട് എനി ഹെൽപ്പ്? ഡു യു വോണ്ട് എനി ഹെൽപ്പ്? ഞാൻ ചെയ്യേണ്ട വല്ലതുമുണ്ടോ? അതായത് ഞാൻ ചെയ്യേണ്ടതായ വല്ല കാര്യമുണ്ടോ? ഞാൻ ചെയ്യേണ്ടത് വല്ലതുമുണ്ടോ? ഇസ് ദർ എനിത്തിങ് ഐ ഷുഡ് ഡു? ഇസ് ദർ എനിത്തിങ് ഐ ഷുഡ് ഡു? ഞാൻ ചെയ്യേണ്ടതായി ഇസ് ദർ എനിത്തിങ് വല്ലതുമുണ്ടോ? എനിക്ക് ചെയ്യാൻ വല്ലതുമുണ്ടോ? എനിക്ക് ചെയ്യാൻ വല്ലതും ഉണ്ടോ? ഇസ് ദർ എനിത്തിങ് ഫോർ മീ ടു ഡു? ഇസ് ദർ എനിത്തിങ് വല്ലതുമുണ്ടോ ഫോർ മീ ടു ഡു? ഞാൻ അല്ലെങ്കിൽ എനിക്ക് ചെയ്യുവാനായി ഇസ് ദർ എനിത്തിങ് വല്ലതുമുണ്ടോ? അടുത്തതായി ഞാൻ എന്താ ചെയ്യേണ്ടത്? അടുത്തതായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ്? വാട്ട് ഷുഡ് ഐ ഡു നെക്സ്റ്റ്? എന്റെ വസ്ത്രങ്ങളെല്ലാം ഒന്ന് ഇസ്തിരിയിടൂ. എന്റെ വസ്ത്രങ്ങളെല്ലാം ഒന്ന് ഇസ്തിരിയിടൂ. പ്ലീസ് അയൺ ഓൾ മൈ ഡ്രസ്സസ്. പ്ലീസ് അയൺ ഓൾ മൈ ഡ്രസ്സസ്. അയൺ മൈ ഡ്രസ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഇസ്തിരിയിടുക. അയണിങ് അല്ലെങ്കിൽ അയൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ്തിരിയിടുക. പ്ലീസ് അയൺ ഓൾ മൈ ഡ്രസ്സസ്. ഓപ്പറേഷന് ശേഷം നിനക്ക് എങ്ങനെയുണ്ട്? ഓപ്പറേഷന് ശേഷം നിനക്ക് എങ്ങനെയുണ്ട്? ഹൗ ആർ യു ഫീലിംഗ് ആഫ്റ്റർ യുവർ ഓപ്പറേഷൻ? ഹൗ ആർ യു ഫീലിംഗ് ആഫ്റ്റർ യുവർ ഓപ്പറേഷൻ? ഓപ്പറേഷന് ശേഷം നീ എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് ഉത്തരം നമുക്ക് വേണമെങ്കിൽ പറയാം ഐ ഫീൽ വണ്ടർഫുൾ, അല്ലെങ്കിൽ ഐ ഫീൽ ടെറിഫിക്, അല്ലെങ്കിൽ ഐ ഫീൽ ഗ്രേറ്റ്. അതായത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പറയാവുന്ന വാക്കുകളാണ് വണ്ടർഫുൾ, ടെറിഫിക്, ഗ്രേറ്റ്. ഇനി അത്ര ഒരു ഗുണം
പ്രാപിച്ചിട്ടില്ല അല്ലെങ്കിൽ അത്ര ഒരു സുഖം പോരാ എന്നുണ്ടെങ്കിൽ ഐ എം ഫീലിംഗ് ബെറ്റർ, ഐ എം ഗെറ്റിംഗ് ബെറ്റർ. അപ്പോൾ ഫീലിംഗ് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോ കുറച്ച് സുഖം തോന്നുന്നുണ്ട്. ഐ എം ഗെറ്റിംഗ് ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഞാൻ ഭേദമായി വരുന്നുണ്ട്. ഐ എം ഗെറ്റിംഗ് ബെറ്റർ. നമുക്ക് ഇതുമായി മുന്നോട്ട് പോയാലോ? ഷാൽ വി പ്രൊസീഡ് വിത്ത് ദിസ്? പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുക. അപ്പോ ഷാൽ വി പ്രൊസീഡ് വിത്ത് ദിസ്? ഇതുമായി നമുക്ക് മുന്നോട്ട് പോയാലോ? അതിന് പകരമായി നമുക്ക് പറയാം ഷാൽ വി ഗോ അഹെഡ് വിത്ത് ദിസ്? പ്രൊസീഡ് എന്നതിന് പകരം ഷാൽ വി ഗോ അഹെഡ് വിത്ത് ദിസ്? ഗോ അഹെഡ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുക. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.